വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓർമ്മപ്പെടുത്തുന്നു, വ അഖീമുസ്സലാ വ ആതുസ് സക്കാ. നിങ്ങൾ നിസ്കാരം നിലനിർത്തണം, അതോടൊപ്പം നിങ്ങൾ സക്കാത്ത് കൊടുത്തു വിട്ടുകയും വേണം. വിശുദ്ധ ഖുർആനിൽ കുറെ കാര്യങ്ങൾ പരസ്പര പൂരകങ്ങളായി പറഞ്ഞത് നമുക്ക് കാണാൻ കഴിയും. ഇത് മാത്രം ഉണ്ടായത് കൊണ്ട് കാര്യമില്ല, ഇതോടുകൂടെ മറ്റേതും ഉണ്ടാവണം. അത്തിഉല്ലാഹ വ അത്തിഉർ റസൂൽ, നിങ്ങൾ അല്ലാഹുവിനെ വഴിപ്പെടണം. പോരാ, വ അത്തിഉർ റസൂൽ, നിങ്ങൾ റസൂലിനെയും വഴിപ്പെടണം. അള്ളാഹുവിനെ വഴിപ്പെടണം. അള്ളാഹുവിനെ വഴിപ്പെടൽ തന്നെയാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വഴിപ്പെടലും. അപ്പം അള്ളാഹു പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ കേൾക്കുന്നു, മുത്തുനബി പറഞ്ഞത് കേൾക്കുന്നില്ല, അത് പാടില്ല. രണ്ടും കൂടി ഉണ്ടാകുമ്പോഴാണ് നമുക്ക് വിജയിക്കാൻ കഴിയുന്നത്. മറ്റൊന്നാണ് അനിഷ്കുർലി വലി വാലിദൈക്, മോനെ നീ എനിക്ക് ശുക്ർ ചെയ്യണം. പോരാ, വലി വാലിദൈക, നിന്റെ മാതാപിതാക്കൾക്കും നീ ശുക്ർ ചെയ്യണം. പലരും നിസ്കാരത്തിന് ഉഷാറാണ്, നോമ്പിന് ഉഷാറാണ്, മറ്റ് കർമ്മങ്ങൾക്ക് ഉഷാറാണ്, പക്ഷേ പ്രായം ചെന്ന ഉപ്പയെ പരിചരിക്കുന്നില്ല, പ്രായം ചെന്ന ഉമ്മയെ പരിചരിക്കുന്നില്ല. നമുക്ക് വേണ്ടി എത്രമാത്രം ത്യാഗങ്ങൾ സഹിച്ചവരാണ് നമ്മുടെ ഉമ്മമാർ. നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ ഉപ്പമാർ നമുക്ക് വേണ്ടി അവർ കഠിനാധ്വാനം ചെയ്തവരാണ്. എന്നാൽ അവർക്ക് വേണ്ട രൂപത്തിൽ ഖിദ്മത്ത് ചെയ്യൽ നമ്മുടെ ബാധ്യതയാണ്. അനിഷ്കുർലി വലിവാലിദൈക്, അള്ളാഹു പറയുകയാണ്, നിങ്ങൾ എനിക്ക് ശുക്ർ ചെയ്യണം. വലി വാലിദൈക, നിങ്ങളുടെ മാതാപിതാക്കൾക്കും ശുക്ർ ചെയ്യണം. ഒരാള് നിസ്കാരവും നോമ്പും ഒക്കെ ഉണ്ട്, ഉമ്മനെയും ബാപ്പനെയും നോക്കുന്നില്ല, അത് ശരിയാവൂല, അവൻ വിജയികളിൽ പെടുകയില്ല. അൽ ജന്നത്തു തഹ്ത അഖ്ദാമിൽ ഉമ്മഹാത്ത്, ഉമ്മമാരുടെ കാൽ കീഴിലാണ് സ്വർഗമെന്ന് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. നമ്മുടെ ഉമ്മയുടെ കാൽ കീഴിലാണ് സ്വർഗം. ഉമ്മക്ക് നമ്മൾ വഴിപ്പെടണം, ഉപ്പക്ക് നമ്മൾ വഴിപ്പെടണം. ഇരുലോക വിജയത്തിനുമുള്ള നിദാനമാണത്. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മുടെ ഉമ്മമാർ എന്താണോ നമ്മോട് പറയുന്നത് അത് നമ്മൾ കേൾക്കണം. ഇന്ന് പലർക്കും, പല ഉമ്മമാർക്കും മകനെ പേടിയാ, മക്കളെ പേടിയാണ്, അല്ലെങ്കിൽ മകളെ പേടിയാണ്. എന്തുകൊണ്ടാണത്? നിങ്ങൾ മക്കൾക്ക് ദീനീ വിജ്ഞാനങ്ങൾ നൽകാത്തത് കൊണ്ടാണ്. മക്കൾക്ക് ദീനീ വിജ്ഞാനം നൽകിയാൽ മക്കൾ മാതാപിതാക്കളെ പേടിക്കും. ദീനീ വിജ്ഞാനം നൽകാതെ ഭൗതികമായ വിജ്ഞാനങ്ങൾ മാത്രം നൽകുകയാണെങ്കിൽ ആ മക്കളെ മാതാപിതാക്കൾ പേടിക്കേണ്ടി വരും. എന്നാൽ രണ്ട് വിദ്യാഭ്യാസവും കൂടി പഠിക്കാനുള്ള സൗകര്യങ്ങൾ ഇന്ന് സുലഭമാണ്. ഇന്ന് നമ്മുടെ നാട്ടിൽ എല്ലാ സൗകര്യങ്ങളുമുണ്ട്. SSLC കഴിഞ്ഞ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഭൗതിക പഠനവും മതപഠനവും ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റിയ സാഹചര്യങ്ങൾ ഇന്ന് ഒരുപാടുണ്ട്. രക്ഷിതാക്കൾ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ മക്കളെ ദീന് പഠിപ്പിക്കണം നമ്മൾ, എങ്കിൽ മാത്രമേ നമുക്ക് ഉപകരിക്കുകയുള്ളൂ. നമ്മൾ മരിച്ചാൽ നമുക്ക് വേണ്ടി ദുആ ചെയ്യുന്ന, നമുക്ക് വേണ്ടി ഖുർആൻ ഓതുന്ന മക്കൾ വേണോ? നമ്മൾ ദീന് പഠിപ്പിക്കണം. ആ കാര്യം നിങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പൊ ഖുർആനിൽ പറഞ്ഞ രണ്ടാമത്തെ കാര്യമാണ് അനിഷ്കുർലി വലിവാലിദൈക്, എനിക്ക് നിങ്ങൾ ശുക്ർ ചെയ്യണം. വലിവാലിദൈക, നിങ്ങളുടെ മാതാപിതാക്കൾക്കും ശുക്ർ ചെയ്യണം.